35 വയസ്സിന് ശേഷം സ്ത്രീകളിൽ എഗ്ഗിൻ്റെ നമ്പറും ക്വാളിറ്റിയും കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ കരിയർ ഓറിയൻറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ റീസൺസ് എന്തെങ്കിലും ക്യാൻസറോ കീമോതെറപ്പിയോ റേഡിയോതെറപ്പിയോ ഒക്കെ വേണ്ടി വരുന്നവർ അങ്ങനെ പ്രഗ്നൻസി നമുക്ക് എന്തെങ്കിലും കാരണവശാൽ മാറ്റി വെക്കേണ്ടി വരുവാണ്. നമുക്ക് ആ യങ് ഏജിൽ പ്രഗ്നൻസി ആകാൻ പറ്റുന്നില്ല, ഇച്ചിരി എൽഡർലി ഏജിൽ ആകേണ്ടി വരുവാണ്. അപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയുവാണ്, നമുക്ക് എഗ്ഗ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് പോവുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗിൽ പ്രഗ്നൻസി ആ സമയത്ത് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് നമുക്ക് സോഷ്യൽ എഗ് ഫ്രീസിങ് വേണ്ടി വരുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ യങ് ഏജിൽ തന്നെ നമുക്ക് നമ്മുടെ എഗ്ഗ് എടുത്ത് ശീതീകരിച്ച് വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചറിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ ആ എഗ്ഗ് എടുത്ത് ഹസ്ബൻഡിയോ പാർട്ട്ണറുടെയോ സ്പേം വെച്ച് ജോയിൻ ചെയ്ത് ഭ്രൂണങ്ങളാക്കി യൂട്രസിനകത്ത് ട്രാൻസ്ഫർ ചെയ്ത് പ്രഗ്നൻസി ആക്കാൻ പറ്റും. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എൽഡർലി ഗ്രൂപ്പിലാണ് പ്രഗ്നൻസി ആകുന്നതെങ്കിലും നമുക്ക് ആ യങ് ആയിട്ടുള്ള എഗ്ഗിന്റെ എല്ലാ ക്വാളിറ്റിയിലും ആയിരിക്കും നമ്മൾ പ്രഗ്നൻസി ആകുന്നത്. ഒരു ഹെൽത്തി പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ക്യാൻസർ, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അങ്ങനെ ഓവറിയൻ ഫംഗ്ഷനെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും നമുക്ക് ഇതേ സോഷ്യൽ എഗ് ഫ്രീസിങ് വഴിയായിട്ട് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചർ ഒരു ഡേറ്റിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടൊരു പ്രഗ്നൻസിക്ക് മുന്നോട്ട് പോകാവുന്നതാണ്.